അമ്പോ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കിഡിലൻ മലയാള സിനിമ കണ്ടു. എനിക്ക് ഉറപ്പാണ് നിങ്ങളിൽ ഭൂരിഭാഗം പേര് സിനിമയെക്കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെ ഒരു സിനിമയെക്കുറിച്ചാണ് ടാക്കീസ് മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു കുഞ്ഞു സിനിമ കാണുകയുണ്ടായി. ഒരു സിമ്പിൾ ബട്ട് പവർഫുൾ സിനിമ. സിനിമയുടെ പേര് പൊമ്പിളയൊരുമൈ. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വിപിൻ ആറ്റ്ലിയാണ്. പൊമ്പിളയൊരുമൈ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമയാണ്. സസ്പെൻസ് ത്രില്ലർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡാർക്ക് മോഡിലുള്ള സിനിമയല്ല, മറിച്ച് നല്ല തമാശകളും കുഞ്ഞു കുഞ്ഞു ബ്രില്യൻസുകളും ട്വിസ്റ്റുകളും ഒക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നൊരു സിനിമ. ഈ ഒരു സിനിമയുടെ തുടക്കം കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മുൻധാരണകളെയൊക്കെ സിനിമ മുന്നോട്ട് നീങ്ങുന്തോറും മറികടക്കും. നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള തിരക്കഥ തന്നെയാണ് ഏറ്റവും വലിയ ശക്തി. അത് നല്ല വൃത്തിക്ക് എഴുതി വെച്ചിട്ടുണ്ട്. സിനിമയുടെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മയ്ക്ക് തൻ്റെ ഭർത്താവിനെ കുറിച്ച് ചില സംശയങ്ങളൊക്കെ തോന്നുന്നു. അത് പ്രകടിപ്പിക്കുമ്പോൾ അവരെ ഭർത്താവും നാട്ടുകാരൊക്കെ ചേർന്ന് സംശയരോഗിയാക്കിയിട്ട് മാറ്റുന്നു. അങ്ങനെ പക്ഷേ തൻ്റെ ഭാഗത്താണ് ശരിയെന്ന് വിശ്വസിക്കുന്ന അവർക്ക് പിന്നീട് കുറച്ച് സഹായികളെ കൂടി കിട്ടുകയാണ്. അങ്ങനെ അവർ നടത്തുന്ന അന്വേഷണമാണ് സിനിമയുടെ ഒരു കഥ. എത്ര സിമ്പിളായിട്ടുള്ള പ്ലോട്ടാണല്ലേ, വലിയ ആന കഥയൊന്നുമില്ല. പക്ഷേ ഈ ഒരു പ്ലോട്ട് വെച്ച് ചെയ്യാവുന്നതിന് മാക്സിമം അവർ രസകരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോൾ ബാക്ക് ടു ബാക്ക് ട്വിസ്റ്റുകൾ കടന്നു വരുന്നുണ്ട്. അങ്ങനെ ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ വലിയ സംഭവമായിട്ടുള്ള ട്വിസ്റ്റുകളല്ല, പക്ഷേ കുഞ്ഞു കുഞ്ഞു തമാശയും അല്ലെങ്കിൽ നമുക്കൊരു ആകാംക്ഷയൊക്കെ തോന്നുന്ന തരത്തിലുള്ള ചില സീനുകളാണ്. അതൊക്കെ ബാക്ക് ടു ബാക്ക് ഒരുപാട് വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ സിനിമയോട് പ്രത്യേകിച്ചൊരു ഇഷ്ടം തോന്നും. തിരക്കഥയുടെ ആ ഒരു സിംപ്ലിസിറ്റി സിനിമയുടെ മേക്കിങ്ങിലും കാണാൻ സാധിക്കും. കാസ്റ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നിവയിലൊക്കെ ഒരു മിനിമലിസ്റ്റിക് അപ്രോച്ച് കൊണ്ടുവരാൻ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. വിപിൻ ആറ്റ്ലിയെ കുറിച്ച് എപ്പോഴും തോന്നിയിട്ടുള്ളത് അദ്ദേഹം നല്ല വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു സംവിധായകനായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളിലും ഒരു വേറിട്ട അനുഭവം തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ സിനിമയും അങ്ങനെ തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് പെർഫോമൻസുകളാണ്. സുനിത എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിട്ടുള്ള ശ്രീഷ്മ ചന്ദ്രൻ, അവരുടെ ഭർത്താവായിട്ട് അഭിനയിച്ചിട്ടുള്ള ജിതീഷ് പരമേശ്വർ തുടങ്ങിയവരൊക്കെ ഭയങ്കര നാച്ചുറലായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് എത്തിയിട്ടുള്ള ശില്പ അനിൽ, അവരുടെ കൂട്ടുകാരികളായിട്ട് എത്തിയിട്ടുള്ളവരൊക്കെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. സംഗീതം ഒരുക്കിയിട്ടുള്ളത് നിനോയ് വർഗീസാണ്. ഒരു ചെറിയ പാട്ടിൻ്റെ പോർഷൻ കടന്നു വരുന്നത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് സിനിമയുടെ ഒരു പൊതു സ്വഭാവത്തോട് ചേർന്ന് നിന്നു. കണ്ടു കഴിയുമ്പോൾ കൊള്ളാമല്ലോ എന്ന് തോന്നിക്കുന്ന ഒരു സിനിമ തന്നെയാണ് പൊമ്പിളയൊരുമൈ. കുറച്ചും കൂടി കൂടുതൽ കാഴ്ചക്കാരെ സിനിമ അർഹിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഒരു കുഞ്ഞു നല്ല സിനിമ കണ്ട സംതൃപ്തി കിട്ടി. നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത് സൈനപ്ലേ OTTയിലാണ്. സൈനപ്ലേയിൽ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കണമെന്ന് നിർബന്ധമില്ല, മറിച്ച് 80 രൂപ മാത്രം മുടക്കിയാൽ നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ പറ്റും. മമ്മൂക്ക് പറഞ്ഞതുപോലെ ഒന്ന് കണ്ടു നോക്ക്.